ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് തൊട്ട് 5 ദിവസത്തേക്ക് നമുക്ക് ട്രിപ്പായിട്ടുണ്ട്. രാവിലെ റെഡിയായി പോകാനുള്ള ഒരുക്കാണ്. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും ബെഡ്ഷീറ്റും പവർ ബാങ്കും ഫാനൊക്കെ വൈഫ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് വണ്ടിയിലാക്കി ഞാൻ നേരെ ഇനി കൊച്ചിക്കാണ് പോകുന്നത്. എയർപോർട്ടിനടുത്ത് ഗസ്റ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, അവരെ പിക്ക് ചെയ്യണം. പോകുന്ന വഴി കുറച്ച് സി എൻ ജിയും കൂടെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ഉദയംപേരൂർ പമ്പിൽ കയറി ഫുൾ ടാങ്ക് സി എൻ ജി ആക്കി. കാക്കനാട് എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറുന്നതാണ്. അപ്പം വെജിറ്റബിൾ കറിയായിരുന്നു. അങ്ങനെ ആലുവ എത്തിയപ്പം നല്ലൊരു മഴ കിട്ടി. നല്ല മഴ, ഞാൻ നല്ല അടിപൊളി മഴ. കുറേ നേരത്തേക്ക് നല്ല മഴ തന്നെയായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഓർഫിലൈൻ എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു ഗസ്റ്റിന് സ്റ്റേ. അങ്ങനെ ഗസ്റ്റിൻ്റെ ലഗേജെല്ലാം വണ്ടി കയറ്റി ഞങ്ങൾ നേരെ ഇനി മൂന്നാർക്കാണ് പോകുന്നത്. അങ്ങനെ പെരുമ്പാവൂർ കഴിഞ്ഞ് ഒടക്കാലി എത്തിയപ്പം നമ്മുടെ സ്ഥിരം ജിയോ പമ്പിൽ കയറി പെട്രോളും അടിച്ചു. ഇനി നേരെ യാത്ര തുടങ്ങുവാണ്. നേര്യമംഗലം എത്താറായപ്പോഴുള്ള കാഴ്ചയാണ്. റോഡിൽ ഫോഗ് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മുടെ മൂന്നാർ എന്ന സ്വർഗത്തിലെ കവാടമായ നേര്യമംഗലം പാലത്തിലോട്ട് കയറി. ഈ പാലത്തിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. പുതിയ പാലത്തിന്റെ പണി തകൃതിയായിട്ട് അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഉടനെ തന്നെ തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേര്യമംഗലത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള വഴിയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പൊക്കെ നിറഞ്ഞ് ഇതുവഴി യാത്ര ചെയ്യാൻ ഭയങ്കര ഒരു സുഖമാണ്. മഴ സമയത്ത് ഇതുവഴി വരുന്ന സുഹൃത്തുക്കൾ വാഹനം ഓടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇന്ന് വരുന്ന വഴി ലൈവായിട്ട് ഒരു വാഹനം വളവിൽ ബ്രേക്ക് ചെയ്ത് സ്കിഡായിപ്പോയി സൈഡിലോട്ട് പോകുന്ന കണ്ടു. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. പിന്നെ നമ്മുടെ ഫസ്റ്റ് പോയിന്റായ ചീയപ്പാറ വെള്ളച്ചാട്ടം, അവിടെയാണ് വണ്ടി നിർത്തിയത്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. വെള്ളച്ചാട്ടം ആസ്വദിച്ച് നിന്നപ്പം ഗസ്റ്റ് കൊണ്ടെത്തുന്നതാണ് ഈ പൈനാപ്പിൾ. അതും കഴിച്ച് അവിടെ കുറച്ച് നേരം ഇങ്ങ് നിന്നു. പിന്നെ അടുത്ത പോയിന്റ് വാളറ വെള്ളച്ചാട്ടമായിരുന്നു. അവിടെ നല്ല വെള്ളം ഒഴുകി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഗസ്റ്റിനൊരു ഗാർഡൻ വിസിറ്റ് ഉണ്ടായിരുന്നു. ഇരുമ്പ് പാലത്തിനടുത്ത് ഗ്രീൻ ഫാമിലായിരുന്നു ഗാർഡൻ വിസിറ്റ്. അങ്ങനെ ഗസ്റ്റിനെ കൊണ്ട് ഗാർഡനിലാക്കി വണ്ടി കൊണ്ട് പാർക്കിങ്ങിലിട്ടു. അങ്ങനെ ഗസ്റ്റ് വന്നു. പിന്നെ ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഫാം യാർഡിലാണ് പോയത്. ഞാനൊരു ഫിഷ് കറി മീൽസ് ആണ് പറഞ്ഞത്. നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ. പിന്നെ നേരെ പോയത് രാജാക്കാട് അടുത്തുള്ള ലേസറിൻ റിസോർട്ടിലായിരുന്നു. ഇവിടെയായിരുന്നു നമ്മുടെ ഗസ്റ്റിന് സ്റ്റേ. ഇതാണ് ഗസ്റ്റിന് നിന്ന് സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ട്. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയയാണ്. അത് കഴിഞ്ഞ് നേരെ വണ്ടിയായിട്ട് പുറത്തു പോയി ഒരു ചായ കുടിക്കാൻ. അടുത്ത കടയൊന്നും ഇല്ലായിരുന്നു, ശകലം ദൂരം പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വണ്ടി കൊണ്ട് പാർക്കിങ്ങിലിട്ട് റിസോർട്ടൊക്കെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാണ്. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു റിസോർട്ടാണ്. അങ്ങനെ ബാക്കിയുള്ള ഗസ്റ്റുമായി ഓരോരോ ഡ്രൈവർമാർ എത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ ഡ്രസ്സ് മാറാനായിട്ട് പോയതാണ്. ഡ്രൈവേഴ്സിൻ്റെ വാഷ്റൂമിൽ ചെന്നപ്പം കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. സ്മെല്ല് കാരണം അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഡ്രൈവർമാർക്ക് യൂസ് ചെയ്യാനുള്ള ബാത്റൂം. ബസ് സ്റ്റാൻഡിലെ ബാത്റൂം ഇതിനേക്കാളും വൃത്തിയുണ്ടാവും. ഈ ഡ്രൈവർമാരും മനുഷ്യന്മാരാന്നുള്ള കാര്യം ഇവർ ഓർക്കേണ്ടതുണ്ട്. ഇതാണ് ഡ്രൈവർമാർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. എന്ത് കഷ്ടമല്ലേ അവസ്ഥ. ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി